ഇന്നത്തെ കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ കണ്ണീര് ലയിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. വിഷ്ണുവിൻ്റെ വികാരങ്ങൾ ഇന്ന് വരെ ആരോടും പറയാതെ മനസ്സിൽ അടക്കി പിടിച്ച സങ്കടങ്ങളെല്ലാം അണപോലെ പൊട്ടി ഒഴുകുവാണ് ഇന്നത്തെ എപ്പിസോഡിന്. അതും സ്വന്തം അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെ കരയും അതുപോലെ കാലിൽ കെട്ടിപ്പിടിച്ചിരുന്ന അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് വിഷ്ണു കരയുന്നത്, വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്നത് കണ്ണീരാണോ വികാരങ്ങളാണോ നമുക്ക് എന്താണെന്ന് പറയാൻ അറിയത്തില്ല. സ്നേഹമാണോ, സ്നേഹം മഴയായി പെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. സ്നേഹത്തിനെ ഇങ്ങനെ സങ്കടക്കടലായി പെയ്യുന്നത് നമ്മൾ ഇന്നായിരിക്കും കാണുന്നത്. അത്രമാത്രം ശാലിനിയെ വേണോ അച്ഛാ, എനിക്ക് ശാലിനിയെ മതി അച്ഛാ, ശാലിനിയെ മാത്രം മതി എന്ന് പറഞ്ഞ് രാഘവേട്ടൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് വിഷ്ണു എന്താണ് തറയിരുന്ന് കരയുവാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഇന്ന് വരെ ഇല്ലാത്ത എന്തൊക്കെ വികാരം തോന്നുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം സങ്കടം തോന്നുന്ന ഒരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ വിഷ്ണു പറയുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛാ ശാലിനി അഥവാ എന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ അച്ഛാ, കാര്യമില്ല. പക്ഷേ ഈ വിഷ്ണുവിനെ ചിതയിലെടുക്കുന്ന കാലം വരെ വിഷ്ണുവിൻ്റെ ഹൃദയത്തിനകത്ത് വിഷ്ണു എന്താണ് ശാലിനിയെ വിഷ്ണുവിൻ്റെ നെഞ്ചിൻ്റെ കൂട്ടിൽ സുരക്ഷിതമായി അടച്ചെന്താണ് പിടിക്കും. അത് എൻ്റെ ചിതയോട് മാത്രമേ പോത്തുള്ളൂ അച്ഛൻ, അച്ഛൻ പറഞ്ഞ പോലെ എന്ന് പറയുന്നതും എല്ലാമായിട്ട് വികാരം, സങ്കടം, വിഷമം, നാളേക്കുള്ള പ്രതീക്ഷകൾ എന്താണെന്ന് അറിയാത്തത് ശാലിനിയുടെ മനസ്സിൽ താൻ ഇപ്പോഴും ഉണ്ടോ, ശാലിനിക്ക് തന്നെ മറക്കാൻ അങ്ങനെ കഴിയൂ, ഒന്നും അറിയാത്ത രീതിയിൽ വിഷ്ണുവിൻ്റെ വികാരങ്ങൾ എന്താണ് അണ പൊട്ടി ഒഴുകുന്നതാണ്. ഇന്ന് വരെ ഭാമ ഇത് കേൾക്കാനായി ശ്രമിക്കാത്തതും സ്വന്തം അച്ഛൻ കേൾക്കാനായിട്ട് തയ്യാറായി വന്നതും തനിക്കും തോളിൽ ചാഞ്ഞ് ഈ സങ്കടങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം ഇല്ലാതെ പോയാലോ എന്ന് വിഷമിച്ച വിഷ്ണുവിന് ഇന്ന് ആ സ്ഥലം കിട്ടിയിരിക്കുവാണ്. തോളിൽ ചാഞ്ഞ് ഒരു അച്ഛൻ്റെ മടിയിൽ അച്ഛൻ്റെ വാത്സല്യം എല്ലാം കൊണ്ടും എന്താണ് നിറഞ്ഞെന്ന് വിഷ്ണുവിന് എന്താണ് മനസ്സിൻ്റെ സങ്കടങ്ങൾ എന്താണ് തുറന്ന് പറയാൻ കിട്ടിയിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണവായുവാണ്, വിഷ്ണുവേട്ടൻ എൻ്റെ നിധിയെ ഞാൻ വിട്ട് കളയത്തില്ലമ്മേ, വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണവായുവാണ്, എൻ്റെ പ്രാണവായു ഞാൻ വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ശാലിനി എങ്ങനെയാണ് അമ്മേ ജീവിച്ചിരിക്കുന്നത്? ശാലിനിയുടെ ജീവനുണ്ടെങ്കിൽ ശാലിനി ഉറപ്പായിട്ടും എന്താണ് ഈ വിവാഹാലോചന നടത്തുന്നത് നിർത്തിയിരിക്കും. നിശ്ചയത്തിലേക്കൊന്നും എത്തിയില്ലല്ലോ അമ്മേ, വിവാഹത്തിന് പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ, പെണ്ണ് കണ്ട ഉടൻ തന്നെ വിവാഹം നടക്കണമെന്നില്ല, അതിന് മുന്നേ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ ഇത് ശാലിനി മുടക്കിയിരിക്കുമെന്ന് ശാരദാമ്മയോട് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സത്യഭാമ എന്താണ് ഒരുങ്ങി ചമഞ്ഞ് എന്താണ് ഈ വന്ന മധുശ്രീനെയും വീട്ടുകാരെയൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിടാനായിട്ട് അങ്ങ് യാത്ര അയക്കാനായി മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഷോഫ് കാണിക്കുന്നത് എന്താ പറയുക, അയ്യോ എൻ്റെ പൊന്നിനെ എനിക്കിപ്പം വിടാൻ ഒട്ടും മനസ്സില്ല, എന്ത് ചെയ്യാനാ, എൻ്റെ പൊന്നിനെ കൊണ്ടുപോയല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഒഴുകുമ്പോൾ ഒരൊറ്റ നിമിഷത്തേക്ക് പ്രീതിക്ക് വേണ്ടി സ്വന്തം മകളുടെ കാര്യത്തിലേക്ക് ആ സ്ഥാനത്ത് അന്ന് ശാലിനി ഉണ്ട സ്ഥാനത്ത് മറ്റേത് പെണ്ണുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഏറ് കണ്ണിട്ടെങ്കിലും പ്രീതിക്ക് വേണ്ടി അത്ര ത്യാഗം ചെയ്യുമായിരുന്നു ചിന്തിക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, തൻ്റെ മകനും ഭാര്യയും ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും ആ താമസത്തിൽ ഒരിക്കലെങ്കിലും അമ്മയ്ക്കൊരു അസംതൃപ്തി ഉണ്ടായിരുന്ന സമയത്താണ് അവർ തമ്മിൽ പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും എന്താണ് ധൈര്യപ്പെട്ടിട്ടില്ല. അവരൊരു വാക്ക് പറഞ്ഞാൽ അവരെ പറ്റിച്ച് പോലും ഒന്ന് മിണ്ടാൻ പോലും നോക്കാതിരുന്ന രണ്ട് പേരുടെ ആ ഒരു ജീവിതത്തിനെ മറന്ന് കളയുക എന്ന് പറയുന്നത്. പിന്നെ പ്രീതിയുടെ കുഞ്ഞിന് സ്വന്തം അമ്മയായി വളർത്തിയ ശാലിനിയെ മറന്ന് കളഞ്ഞ സത്യഭാമ എങ്ങനെയാണ് ഇവളെ കയറി പൊന്നേന്നും കരളേന്നൊക്കെ വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. അതാണ് അത്ര കരി. അത് മധുശ്രീ എന്ന ഒരു കള്ളുകുടിയത്തിനെ ഇത്ര സ്നേഹിക്കുമ്പോൾ മുത്ത് എന്താണെന്നും പിത്തള എന്താണെന്നും അറിയാതിരിക്കുന്ന സത്യഭാമയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം വിഷ്ണുവിനെ കരയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഈ സത്യഭാമയുടെ ഈ ഒരു ആക്ഷൻസൊക്കെ കാണാൻ നമുക്ക് ചൊറിഞ്ഞിളകും. അപ്പം അങ്ങനെ അവർ യാത്ര അയക്കുമ്പം അകത്ത് എന്താണ് റൂമിനകത്തിരുന്ന് രാഘവേട്ടനും അതുപോലെ തന്നെ പപ്പിമോളും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പപ്പിമോൾ പറയുന്നുണ്ടല്ലോ എന്നെ അച്ചാച്ചനെങ്കിലും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞതും എല്ലാമായിട്ട് അവർ സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് അറിയത്തില്ല സത്യഭാമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കാളിയനെ കഴുത്തിൽ വരിഞ്ഞു മുറുകാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുക എന്നതൊക്കെ പറയുമ്പോഴും വിഷ്ണുവിന് ഇതൊന്നും കേട്ടിരിക്കാനുള്ള ത്രാണിയില്ല. വിഷ്ണുവിൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. കാരണം അമ്മ മനസ്സിനെ കൈകൊണ്ടെടുത്ത് പറിച്ചെടുത്ത് എന്താണ് ഫുട്ബോൾ കളിക്കുന്ന പോലെ അമ്മാനാടുന്ന പോലെ അമ്മ എന്താണ് അമ്മയുടെ ഇഷ്ടത്തിന് തട്ടിക്കളിക്കുകയാണ്. അമ്മയ്ക്ക് തോന്നുന്ന വെറും ഒരു പാവക്കൂത്തിലെ പാവ മാത്രമായി മാറ്റി അമ്മ എന്നെ വെച്ചിരിക്കുവാന്നല്ലോ എന്ന സങ്കടത്തിന് തിരിച്ചൊരു അക്ഷരം പ്രതികരിക്കാൻ കഴിയുന്നില്ല. കാരണം അമ്മയുടെ ജീവനെ വെച്ചാണ് അമ്മ തുലാസിലിട്ട് കളിക്കുന്നത്. അതിനെതിരെ എന്ത് പ്രതികരിക്കാനാണ് മകനെന്ന രീതിയിൽ എന്നറിയാതിരിക്കുന്ന വിഷ്ണു സങ്കടങ്ങൾ പറയാൻ ഒരു സ്ഥലവും ഇല്ലല്ലോ എന്ന ആ പ്രതിഷേധങ്ങളെല്ലാം മനസ്സിൽ അടക്കിക്കൊണ്ട് മനസ്സ് തകർന്നാണ് വിഷ്ണു എന്താണ് മേളിലേക്ക് റൂമിലേക്ക് കയറിപ്പോകുന്നത്. ഇത് കാണുന്ന നമ്മുടെ രാഘവേട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുമോ, എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സെല്ലാം തകർന്നു, അവൻ്റെ മനസ്സ് ഇവിടെ ഇല്ല എന്ന് മനസ്സിലായ രാഘവേട്ടൻ എന്താണ് കയറി മേളിലേക്ക് പോകാൻ
പറ്റാത്ത ആളാണ് നമുക്കറിയാമല്ലോ. എന്നാലും ആ ഊന്നും അടി പിടിച്ച് മെല്ലെ രാഘവേട്ടനാണ് മേളിലേക്ക് സ്റ്റെപ്പ് കയറുവാണ് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് പോയി ആശ്വസിപ്പിക്കാനാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാലിനിയുടെ വീടാണ് കാണിക്കുക. ശാലിനിയുടെ വീട് കാണിക്കുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ശാലിനി ഞാൻ അറിയാതെ ചോദിക്കുക, എൻ്റെ മോടെ ഭാവി ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ല ഇതുവരെ കൊണ്ടെത്തിച്ചല്ലോ, പെണ്ണ് കാണൽ ഇനി നടന്നു, ഇനി എന്തോ മോടെ ഭാവി ഉദ്ദേശം എനിക്കറിയാതെ ചോദിക്കുവാണ്, ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കണം, അമ്മ ഇത് വന്നിട്ട് ഞാൻ വന്ന് കയറിയപ്പം തൊട്ട് തുടങ്ങിയല്ലോ, കുറേ നേരമായല്ലോ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ചുമ്മാ വരാതിരുന്നില്ല അമ്മ, എനിക്ക് കളക്ടറേറ്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതും എന്താണ് മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അമ്മയ്ക്ക് അറിഞ്ഞൂടെ വയനാട്ടിനകത്ത് ദുരിതാശ്വാസത്തിനകത്തുള്ള ആൾക്കാർക്കുള്ള ഫണ്ടുകളൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അത് അമ്മ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടാണ്, സമയത്ത് നോക്കിയില്ലെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് ഫണ്ടുകൾ കിട്ടാതാവുമേ എന്ന് പറയുമ്പോഴത്തേക്ക് ശാരദാമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നത്, മോളെ എല്ലാവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് അങ്ങ് ഒഴിഞ്ഞു വെച്ച് മാറ്റിയാലേ ലാസ്റ്റ് നിൻ്റെ ജീവിതം ഇല്ലാതാവും. ഇതിനു വേണ്ടിയാണോ ശാലിനി നീ ജീവിക്കുന്നത്? നിൻ്റെ ജീവിതം നീ തല്ലി കെടുത്തിക്കൊണ്ടാണോ മറ്റുള്ളവരുടെ കാര്യം നീ നോക്കുന്നത്? അമ്മേ ഇതാണ് എൻ്റെ ജീവിതം, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥാനം നേടിയെടുത്തത്. കളക്ടറാവുന്ന സ്വപ്നം ഞാൻ ആദ്യം കണ്ടപ്പം എൻ്റെ ഈ ഒരു സീനിനകത്തോ ഈ പിക്ചറിനകത്തോ എവിടെയും വിഷ്ണുവേട്ടനൊന്നും ഇല്ലായിരുന്നു അമ്മേ. അതുമല്ലാതെ എനിക്ക് നമ്മളിങ്ങനെ ഒരു കളക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതുപോലെ ഈ ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി മാത്രമായി തന്നെ മനസ്സിൽ കുറിച്ചിട്ട് തുടങ്ങിയ സ്വപ്നമാണ് അമ്മേ. ഈ സ്വപ്നത്തിനകത്ത് നമ്മുടെ ഡ്യൂട്ടി വേണ്ട എന്ന് വെക്കുന്ന സമയത്തിനകത്ത് അമ്മേ, അന്ന് എനിക്ക് ആകെപ്പാടെ ഓർമ്മയുള്ള ഒട്ടൊരു കാര്യമേ ഉള്ളൂ, ഞാൻ ഈ കളക്ടർ ആകണമെന്ന് ഇറങ്ങിയ ദിവസത്തിനകത്ത് എൻ്റെ സ്വന്തം അച്ഛൻ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള ഏകമുഖം എൻ്റെ അച്ഛൻ സ്വന്തം ഭാര്യയും 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും കൂടെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു നിമിഷം അന്ന് കുറിച്ച് തുടങ്ങിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ എനിക്ക് ഭർത്താവ് എന്ന് പറയുന്ന ചിന്തയിൽ എനിക്ക് ആകപ്പാടെ ഓർമ്മയുള്ളത് നമ്മുടെ അച്ഛനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുരുഷനെന്നോ വിവാഹമെന്നോ കുടുംബജീവിതം അതൊന്നും ശാലിനിയുടെ മനസ്സിൽ അന്ന് ഈ സ്വപ്നം തുടങ്ങുമ്പോൾ ഇല്ലായിരുന്നു. ഇന്ന് ശാലിനി ഈ സ്വപ്നം ജീവിക്കുമ്പോൾ അമ്മേ, കളക്ടറേറ്റിൻ്റെ ബംഗ്ലാവും അതിൻ്റെ കാറും അതിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഹൈഫൈ ലൈഫ് മാത്രം പോരമ്മേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്നത് മറ്റുള്ളവരുടെ പാവങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈ ഒരു ദുരിതാശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഫണ്ട് കാത്തിരിക്കുന്നതിൽ അന്നത്തെ ശാരദാമ്മയെ പോലത്തെ രീതിക്കകത്തുള്ള പ്രായത്തിനകത്ത് ഒരു സ്ത്രീ കാണും, തൻ്റെ മക്കളോ ആരെങ്കിലും എന്താണ് ആ ഉൾപ്പൊട്ടൽ ഇനി ജീവനോടുണ്ടോ എന്ന് നോക്കാനായിട്ട് അമ്മയുടെ പ്രായത്തിലൊരു സ്ത്രീ കാണും. അന്ന് ശാലിനി ഇറങ്ങി തിരിച്ച പോലെ എന്താണ് ഒരു കൃഷി നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയ്ക്കകത്ത് ഒരു കർഷകൻ്റെ മകൾ കാണും, എന്താണ് ഫണ്ട് കിട്ടുമോ, കൃഷിയുടെ കാര്യത്തിന് നഷ്ടപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അന്നത്തെ ശാലിനിയുടെ പ്രായത്തിനകത്ത്. അതുപോലെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ചിന്തയോടെ കൂടി നമ്മുടെ ശാരികയുടെ പ്രായത്തിനകത്ത് ആ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകൊച്ച് എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുമേ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ ശാരദാമ്മയെ പോലെയും ഓരോ ശാലിനിയെ പോലെയും ഓരോ ശാരികയെ പോലെയും ഓരോ ശ്യാമയെ പോലെയുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലേക്ക് അവർ വീഴുമ്പോഴും കൈ പിടിച്ച് സർക്കാർ താങ്ങുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന കരങ്ങളാണ് അമ്മേ കളക്ടർ എന്ന പദവി. ആ പദവിയുടെ ജോലി എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്തു കൊടുക്കാനാണ്. അതാണ് അമ്മേ നമ്മുടെ ജീവിതം, അത് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മോളെ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. കാരണം അപ്പോഴത്തേക്കും ശാരദാമ്മയുടെ മനസ്സിലേക്ക് തട്ടിക്കഴിഞ്ഞു ആ വിധ കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ പ്രായത്തിൽ ഓരോ വ്യക്തികളെന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് അതെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ശാരദാമ്മ പറയും, മോളെ എനിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ മോളെ നിൻ്റെ ജീവിതോടി എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട, വിഷ്ണുവേട്ടൻ എന്ന നിധിയെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയത്തില്ല അമ്മേ. വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണവായുവാണ് അമ്മേ. എൻ്റെ പ്രാണവായു ഇല്ലാതെ എങ്ങനെയാണ് അമ്മേ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ പ്രാണവായുവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയത്തില്ല. പിന്നെ അതും പ്രത്യേകിച്ച് ആ മധുശ്രീയെ പോലത്തെ ഒരുത്തിയുടെ കയ്യിലേക്കൊന്നും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ വിട്ടു കൊടുക്കത്തില്ല. വിഷ്ണുവേട്ടൻ എന്ന സ്വത്തിനെ ഞാൻ തിരിച്ച് പിടിച്ചിരിക്കും, ശാലിനിയുടെ അവകാശമാണത് എന്ന് ശാലിനി പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്കൊരു സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി ഇതും കൂടെ പറയുന്നുണ്ട്, അമ്മേ ഇപ്പം നടന്ന് പെണ്ണ് കാണാൻ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇനി നിശ്ചയത്തിലേക്കൊന്നും പോകുന്നതിന് മുന്നേ തന്നെ ശാലിനി ഇത് തടഞ്ഞിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. ഇവളെന്തായാലും സ്വന്തം ജീവിതം കാര്യം ഇതുവരെ മറന്നിട്ടില്ലല്ലോ എന്ന് സമാധാനത്തിൽ ഇരിക്കുന്നതാണ് അവിടെ. പിന്നെ കാണിക്കുന്ന നേരെ രാഘവേട്ടൻ വടി കുത്തി നേരെ വിഷ്ണുവിൻ്റെ റൂം വരെ കയറി കഴിഞ്ഞു. വിഷ്ണുവിൻ്റെ റൂമിൽ കയറിയ രാഘവേട്ടൻ എന്താണ്, എടാ മോനെ നീ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുവാണോ? അച്ഛൻ എന്തിനാ അച്ഛാ ഒറ്റയ്ക്ക് ഇവിടം വരെ കയറി വന്നേ? മോനെ എല്ലാവരും ഒറ്റയ്ക്കാണ്, നീ ഇവിടെ മേളിൽ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു, അച്ഛൻ താഴെ ഒറ്റയ്ക്കിരിക്കുന്നു, കാര്യമൊക്കെ പറഞ്ഞാലും ഭാമ കൂടെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും 2 ജീവിതവും 2 ധ്രുവത്തിനകത്താണ്. അത് 2 ജീവിതവും 2 ധ്രുവവും ആയിപ്പോയതല്ല, എൻ്റെ ലോകത്തിലേക്ക് അവൾക്കും വരാൻ പറ്റത്തില്ല, അവളുടെ ലോകത്തിലേക്ക് പോകാൻ എനിക്കും കഴിവ് കിട്ടിയിട്ടില്ല. 2 പേരും 2 മനസ്സിൻ്റെ ചിന്താഗതികളിലേക്കായിപ്പോയി. മക്കളെ ഒരു കാര്യം അറിയോ, ഈ ലോകത്ത് അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് തന്നെ അവനവൻ്റെ മക്കളുടെ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. ഇത്തരം വാശിയാണ് മോനെ നമ്മുടെ മക്കൾക്ക്. നമുക്കൊരിക്കലും കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം അവർക്ക് നേടിക്കൊടുക്കാനുള്ള വാശിക്കാണ് നമ്മൾ ഓരോ വട്ടം അധ്വാനിച്ചിട്ടുള്ളത്. നിനക്കറിയോ നിൻ്റെ അച്ഛൻ പണ്ട് എന്താണ് സൈക്കിൾ 1 മണിക്കൂറിൻ്റെ വാടകയ്ക്ക് വേണ്ടിയിട്ടൊരു സൈക്കിൾ എടുക്കണമെന്ന് അത് ഓട്ടിക്കാനായി കുതിച്ചിട്ടുണ്ട്. അതൊന്നും സാധിക്കാതെ പോകുമ്പോഴും 1 രൂപ മതിയായിരുന്നു മോനെ, പക്ഷെ അന്ന് അതുപോലെ രാഘവൻ്റെ കയ്യിലില്ലായിരുന്നു.
അതിൽ നിന്ന് തുടങ്ങിയതാണ്. എൻ്റെ മക്കൾ വളർന്ന് വലുതാകുമ്പം അവർക്ക് ഇതൊക്കെ ചവിട്ടാനുള്ള പ്രായം, ഇതൊക്കെ ഓട്ടിക്കാനുള്ള പ്രായമാകുമ്പം വണ്ടിയും കാറ് എല്ലാം മേടിച്ച് കൊടുക്കുക, സൈക്കിളും എല്ലാം മേടിച്ച് കൊടുക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു ഓരോ അധ്വാനത്തിൻ്റെ പിറകിലുള്ളത്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ കഴിയാത്ത എല്ലാം അവർക്ക് മേടിച്ച് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ആ പറയുന്ന രീതിയിൽ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെന്ന നിൻ്റെ അച്ഛന് നീ ഈ വിഷമിച്ചിരിക്കുന്ന കണ്ട എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. നിൻ്റെ അമ്മ നിന്നെ മറ്റൊരു കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ബാമയുടെ സ്വാർത്ഥ താല്പര്യമാണ്. പക്ഷേ മോനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ചേർന്ന് പോയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സോട് ചേർന്ന് നമ്മൾ ലയിച്ച് പോയി സ്നേഹിച്ച കാര്യങ്ങൾ, അത് നമ്മുടെ ചെതയോട് മാത്രമേ അവസാനിക്കത്തുള്ളൂ എന്ന് അച്ഛന് മനസ്സിലാവും എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിനങ്ങ് സങ്കടം അണപൊട്ടി ഒഴുകുവാണ്. കരയാനായി വിതുമ്പി നിന്ന വിഷ്ണു എന്താണ് വിഷ്ണുവിൻ്റെ ആ ഒരു എല്ലാ സങ്കടവും കൂടെ അങ്ങ് പൊട്ടി അങ്ങ് തീർക്കുവാണ്. അച്ഛാന്ന് പറഞ്ഞിട്ട് മോനെ നീ പറ, നീ പറഞ്ഞതും അതുപോലെ തന്നെ നിൻ്റെ സുഹൃത്തായ കമലൻ വന്ന് പറഞ്ഞില്ലേ ശാലിനി ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, അതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന മോനെ. അങ്ങനെ ശാലിനി ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് അവൾ തിരിച്ച് വരുവോടാ മോനെ? അങ്ങനെ അവൾ വരുമെങ്കിൽ നീ പറയടാ, ഞാൻ അവളെ എവിടെ ഉണ്ടെങ്കിലും പോയി അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം എന്ന് നമ്മുടെ രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയുവാണ്. ഇത് കേട്ട് വിഷ്ണുവിനങ്ങ് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വരുവാണ്. നീ വിളിച്ചാൽ അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ച് മടങ്ങി വരുവോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വരുവച്ചാ, എൻ്റെ ശാലിനിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ശാലിനി മതി, നിനക്ക് വേറെ ആരെയും നിനക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലേ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛാ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എനിക്ക് ശാലിനി അല്ലാതെ മറ്റൊരാളെ എനിക്ക് വേണ്ട അച്ഛാ, നിനക്ക് വേണമെങ്കിൽ നീ പറയടാ മോനെ, ഞാൻ അവളെ നിനക്കായി കൊണ്ടുവരും എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ശാലിനിയെ വേണോ അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് കരയോ എന്ന് പറഞ്ഞാൽ വിഷ്ണു അങ്ങ് കരഞ്ഞു തുടങ്ങുവാണ്. അതുവരെ അവർ രണ്ടുപേരും കട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം എന്താണ് അങ്ങ് വിഷ്ണു സങ്കടം കൊണ്ട് കരയുവാണ്. അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ കയ്യിലേക്ക് അങ്ങ് വിഷ്ണു അങ്ങ് എന്താണ് മുറുകെ പിടിച്ചിട്ട് അങ്ങ് കരയുവാണ്. കരയുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്ത് എന്താണ് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിന്നെ അവൾ മറന്നു കാണുവോടാ ഇനി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ശാലിനിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അച്ഛാ, എൻ്റെ ശാലിനി എന്നെ ഒരിക്കലും മറക്കത്തില്ല. അയാളുടെ ഹൃദയത്തിനകത്തും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എന്നോടുള്ള സ്നേഹം. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും പറിച്ചു കളയാൻ പറ്റാത്തതാണ് അയാളോടുള്ള സ്നേഹം. അതല്ലാതെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് വിഷ്ണു എന്നിട്ട് പറയുവാണ്, അച്ഛാ അഥവാ ഇനി എൻ്റെ ശാലിനി എന്നെ മറന്നു പോയാലും അവൾക്ക് എന്നെ മറക്കാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അഥവാ ഇനി അവൾ മറന്നു പോയാലും ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ വിഷ്ണുവിൻ്റെ ചങ്കിൻ്റെ പിടപ്പ് പോലെ വിഷ്ണു ചങ്കിനകത്ത് എന്താണ് സുരക്ഷിതമായിട്ട് എന്താണ് അടച്ചു വെക്കും എൻ്റെ ശാലിനിയെ. അത് വിഷ്ണുവിൻ്റെ ചെതയിലേക്ക് വിഷ്ണു എടുത്ത് വിഷ്ണു ചെതയിൽ കത്തിത്തീരുന്ന വരെ അത് വിഷ്ണുവിൻ്റെ കൂടെ തന്നെ ചേർന്ന് കാണും, വിഷ്ണുവിൻ്റെ മാറോട് ചേർന്ന് കാണും ശാലിനി എന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും എടാ മക്കളെ അച്ഛൻ പറഞ്ഞില്ലേ, അതായത് ചെതയോട് അടങ്ങിത്തീരുന്ന വരെ, അതെൻ്റെ ചെത വരെ അടങ്ങിത്തീരുന്ന വരെ ഞാൻ കാത്തിരിക്കണമെങ്കിൽ അതുവരെ ആവട്ടെ അച്ഛാ, എനിക്കതിൽ കുഴപ്പമില്ല. അതുവരെ ഞാൻ ഈ സ്നേഹത്തിൻ്റെ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും. അയാളല്ലാതെ മറ്റൊരാൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല അച്ഛാ. അയാൾക്ക് വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. അയാൾക്ക് എന്നെ മറക്കാനും കഴിയത്തില്ല അച്ഛാ. അവൾ മറന്നാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ. അവൾ എൻ്റെതാണ് അച്ഛാ. എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോത്തില്ല. ഞാൻ ചെതയോട് അവസാനിക്കുന്നവരെ അവൾ എൻ്റെ മനസ്സിൽ കാണുന്നതിന് വിഷ്ണു കരയുവാണ്. എന്നിട്ട് മുഖം അങ്ങ് മാറ്റി അങ്ങ് തിരിച്ച് പിടിക്കുകയാണ്. കാരണം ആ കരച്ചിൽ രാഘവട്ടൻ കാണാതിരിക്കാനാണ്. എടാ മക്കളെ, ഞാൻ നിനക്ക് വാക്കരുന്ന്, നിൻ്റെ അച്ഛൻ പോയി കൊണ്ടുവരോടാ, നിൻ്റെ അച്ഛൻ പോയി കൊണ്ടുവരും. അവൾ ഇനി എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ പോയി അവളെ കൊണ്ടുവരും. എൻ്റെ മകളെ കരയണ്ട, എനിക്ക് മനസ്സിലായി മക്കളെ. എൻ്റെ മക്കളുടെ വിഷമം എന്ന് പറയുന്നത് അച്ഛൻ മേടിച്ചു തരാത്ത കളിപ്പാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, അച്ഛൻ നേടാൻ കഴിയാത്ത കളിപ്പാട്ടങ്ങളൊന്നും നേടി തന്നതിനകത്തല്ല മക്കളുടെ സന്തോഷം എന്ന് എനിക്ക് മനസ്സിലായി. മക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് മക്കളുടെ എന്താണ് പ്രാണനോട് ചേർത്തിരിക്കുന്ന അവൾ തന്നെയാണെന്നുള്ള കാര്യം അച്ഛനും മനസ്സിലായി. അച്ഛൻ അവളെ നിനക്ക് തിരിച്ച് കൊണ്ടുവന്ന് തരുവടാ എന്ന്, നീ വിളിച്ച അവൾ വരുന്ന ദൂരത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ നിനക്കായി കൊണ്ടുവരും എന്ന് പറഞ്ഞ് രാഘവേട്ടൻ അങ്ങ് എണീക്കുവാണ്. വടിയൊക്കെ ഊന്നി എണീക്കുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് വീണ്ടും നേരെ എണീറ്റ് രാഘവേട്ടൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നും കരയുവാണ്. അച്ഛാ എനിക്ക് ശാലിനിയെ വേണോ അച്ഛാ, എനിക്ക് ശാലിനിയെ വേണോ അച്ഛാ, ശാലിനി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല അച്ഛാ, ശാലിനി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കരയുന്ന കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് വിഷ്ണു കരയുന്ന ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ട് രാഘവേട്ടൻ എന്താണെന്നറിയോ, ഭയങ്കര സങ്കടം. മക്കളെ എണീക്കടാ, നീ എന്തുകൂടെ കാണിക്കുന്നത്, എണീക്കടാ, പോട്ട് മക്കളെ പോട്ട്, എനിക്ക് മക്കളെ മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്തായാലും കൊണ്ടുവരും, നിൻ്റെ അച്ഛൻ നിനക്ക് തരുന്ന വാക്കാണ്, ശാലിനി എവിടെ ഉണ്ടെങ്കിലും ശാലിനി ഞാൻ അന്വേഷിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ വാക്ക് കൊടുക്കുന്നു. വിഷ്ണു അവിടെ സമാധാനത്തിൽ ഇരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാഘവേട്ടൻ താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ശ്യാമാണെങ്കിൽ ഫോൺ താഴേക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ശ്യാം അപ്പോഴത്തേക്കും ഫോൺ വിളിച്ചിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ കുഞ്ഞേച്ചി ഇത് എവിടെ പോയി കിടക്കുവാണ്,
ഡി അവൾ കളക്ട്രേറ്റിലുണ്ട്. അമ്മ ഇതെന്തോ പറയുന്നത്, ഇവിടെ ഇന്നൊരു ചടങ്ങ് നടന്ന് അതറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നേരെ രാഘവേട്ടൻ അവിടെ എന്താണ് പുറത്ത് മുറ്റത്ത് വന്നു. അപ്പോൾ രാഘവേട്ടൻ ഇത് സംസാരിക്കുന്ന രാഘവേട്ടൻ കേൾക്കുന്നത്, അമ്മേ കുഞ്ഞേച്ചിക്ക് ഇവിടെ വന്നാൽ ഇനി എന്താ കുഴപ്പം, കുഞ്ഞേച്ചി സാധാരണ കാര്യമൊന്നുമല്ലോ, കുഞ്ഞേച്ചി നാട്ടിൻ്റെ ജില്ലാ കളക്ടറല്ലേ, ധൈര്യത്തോടു കൂടി വന്നിട്ട് തല ഉയർത്തി പിടിച്ച് അന്തസ്സോടെ ഇവിടെ വീട്ടിൽ കയറി വരാലോ, എന്നിട്ട് പറയാലോ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്നുള്ള അധികാരത്തിൽ കയറി വരാലോ. അതുമല്ലാതെ കുഞ്ഞേച്ചി ഇപ്പം കളക്ടർ ബംഗ്ലാവ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീട്ടിൽ തന്നെയല്ലേ താമസം. ഇതൊക്കെ കേട്ട് രാഘവേട്ടൻ അങ്ങ് ഞെട്ടിയിരിക്കുവാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരാൻ എത്ര ദൂരം അമ്മ ഉള്ളത്, കുഞ്ഞേച്ചി ഈ കാര്യം കുഞ്ഞേച്ചി ഇപ്പം സ്വന്തം ജീവിതത്തിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പം നോക്കുമെന്നാണ്, കുഞ്ഞേച്ചിയുടെ ജീവിത കാര്യമല്ലേ എന്ന് പറയുന്നതും രാഘവേട്ടൻ ഇതൊക്കെ കേട്ട് സ്തംഭിച്ചിരിക്കും. അപ്പോൾ ഇവർക്ക് ഇത്രയും നാളായിട്ട് ഇവിടെ കുഞ്ഞേച്ചി ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഇവൾ കള്ളം പറഞ്ഞു വെച്ചിരിക്കുമെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്യാമ തിരിയുന്നത് നേരെ രാഘവേട്ടനെ കാണുവാണ്. ഓ ശ്യാമങ്ങ് സ്റ്റക്കായി അങ്ങ് ഫോണും കട്ട് ചെയ്തിട്ട് പറയുവാണേ, അത് അച്ഛാ നമ്മളന്ന് പപ്പിയുടെ ബർത്ത്ഡേക്ക് പോയൊരു മഠമുണ്ടല്ലോ, ആ മഠത്തിലെ അമ്മയാണ് വിളിച്ചത്. അപ്പം അവിടെ സംസാരിച്ച ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ മോളെന്തിനാ ഫോൺ കട്ട് ചെയ്ത മോക്കങ്ങ് സംസാരിച്ചിട്ടുള്ളൂ. അതായത് രാഘവേട്ടൻ ഇതൊന്നും മനസ്സിലായി എന്നുള്ള ഭാവം രാഘവേട്ടൻ കാണിക്കുന്നേ ഇല്ല. ശ്യാമയ്ക്കാണെങ്കിൽ അങ്ങ് വെപ്രാളം കാര്യം. അവിടെ ആണെങ്കിൽ നമ്മുടെ ശാരദാമ്മ ആണെങ്കിൽ ഹലോ ശ്യാമ എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ അവളുടെ ഫോൺ കട്ടായെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് കട്ടായെന്നുള്ളതൊന്നും അറിയാത്ത ടെൻഷൻ. അത് നമ്മുടെ ശാരദാമ്മ അവിടെ ഇരിക്കുന്നതും ഇവിടെ ശ്യാമയാണെങ്കിൽ ഇനി അച്ഛന് മനസ്സിലായി കാണോ കുഞ്ഞേച്ചിയുടെ കാര്യം പറഞ്ഞെന്നുള്ള ടെൻഷൻ ശ്യാമ നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. രാഘവൻ ഇത് കേട്ടിട്ട് എന്താണെന്നറിയോ, അങ്ങനെ അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അങ്ങ് വിളിച്ച് അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇവിടുത്തെ അച്ഛന് ഭയങ്കര സംശയം തോന്നിയിട്ടുണ്ട്, ഞാൻ ഇനി പറഞ്ഞെങ്ങാനും കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ശ്യാമ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗോപാലേട്ടനും നമ്മുടെ ശാരദാമ്മയും കൂടെ ഒന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഗോപാലേട്ടന് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നതിനകത്ത് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് ഗോപാലേട്ടൻ പറയുവാണ്, ശാരദ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇത്രയും നാൾ ഒളിച്ചു വെച്ചു, ഇനി എത്ര നാൾ ഒളിച്ചു വെക്കുന്ന ശാരദാമ്മ പറയുന്നുണ്ട്. ശ്യാമ പറയുന്ന അവിടുത്തെ രാഘവേട്ടൻ ഈ കാര്യങ്ങളിനകത്തൊക്കെ ശാലിനി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ ഒരു ജില്ലാ കളക്ടർ എത്ര നാൾ ഒളിച്ചു വെക്കുമെന്നാ എന്ന് നമ്മൾ ഗോപാലയോട് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്. പിന്നെ അവളായിട്ട് പറയേണ്ടതെന്ന് തീരുമാനിച്ചാൽ അവൾ പറയേണ്ടതെന്ന് തീരുമാനിച്ചാൽ നാട്ടുകാർക്കും കൂടെ അവളെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കാൻ പറ്റുമോ, അവളെ കണ്ടില്ല എന്ന് ആർക്കെങ്കിലും വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഗോപാലയോട് ചോദിക്കും. പിന്നെ ഒരു പരിധിക്ക് മേൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ല എന്ന് കരുതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. നിങ്ങളുടെ അമ്മയും മോളും ഇത്രയും നാൾ ഈ കളിക്കൊക്കെ ഒളിച്ചിരുന്നു, ഞാൻ ഇനി ഈ ഒളിച്ച് കളിക്ക് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. കാരണം നാളെ ഒരാൾ ചോദിക്കും, ഇവരെ എല്ലാവരും ഇവിടെ ഈ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരുത്തരും കൂടെ ഈ വീട്ടിൽ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും ശാരദ എന്ന് പറയുമ്പോഴത്തേക്ക് ഗോപാലേട്ട പതുക്കെ അവൾ അപ്പുറത്തോണ്ട് കേൾക്കും എന്ന് പറയുമ്പോൾ കേൾക്കട്ടെ ശാരദ, ഇനി എത്ര നാളും കൂടെ ഒളിച്ചു വെക്കാനാ, അല്ലെങ്കിൽ തന്നെ ഇനി ഇങ്ങനെ തന്നെ ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഞാനിത് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നിങ്ങളായിട്ട് ഇത് സത്യം പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിഷ്ണുവിനോട് പോയി എല്ലാ സത്യമായിട്ട് അങ്ങ് പറയും. കാരണം വിഷ്ണുമോൻ്റെ കല്യാണം നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നേരെ ഒരു കാറ് കയറി വരും. ആരോ വന്ന് ഗോപാലേട്ടൻ പോയ കൂടെ നോക്കിയേ, ഓ വയ്യാത്ത ഞാൻ തന്നെ അങ്ങോട്ടേക്കും ചെന്ന് നോക്കണമല്ലേ, അത് പിന്നെ വൈദ്യുതി നടക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നടക്കുന്നതിനേക്കാളും വേദം കിടക്കുന്നതായിരുന്നു പറഞ്ഞിട്ട് അങ്ങേര് വടി ഊന്നി നേരെ ഗോപാലൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ അങ്ങ് കിച്ചണിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട്. കാറ് വന്ന് ഇറങ്ങുന്ന ആരാന്നറിയാം, നമ്മുടെ രാഘവേട്ടനാണ് വന്നിറങ്ങുന്നത്. രാഘവേട്ടൻ വന്നിറങ്ങിയിട്ട് അവിടെ വീടും പരിസരവും ശാരദാമ്മയുടെ കുടുംബശ്രീന്ന് എഴുതിയതും എല്ലാം അങ്ങ് നോക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നേരെ ശാലിനിയുടെ ജില്ലാ കളക്ടർ എന്ന് എഴുതിയ കാറ് കാണുവാണ്. കാറ് കണ്ടതും അങ്ങ് മനസ്സങ്ങ് സന്തോഷമായി. കാരണം ശ്യാമ അവിടെ കുഞ്ഞേച്ചി ഒന്നും ഇല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടറല്ലേ എന്ന് പറയുന്നതും അവിടെ അങ്ങോട്ടേക്ക് വെച്ചിരുന്ന കാലൊന്ന് ഇടറി ബാക്കിലേക്ക് മാറുന്നതാണ് അന്ന് വീട്ടിൽ വെച്ച് തന്നെ കാണുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ആ കളക്ടറിൻ്റെ കാറും കൂടെ കണ്ടപ്പോഴത്തേക്കും സന്തോഷമായി. കാരണം ഏറ്റവും കൂടുതലും ശാലിനി ഈ ഒരു നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ആ ഒരു മനസ്സ്, സ്വന്തം അച്ഛനെക്കാളും ആഗ്രഹിച്ച ഒരു മനസ്സ് നമ്മുടെ രാഘവേട്ടൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് ആ കാറിന് തടവിയും തൊട്ടും ഒക്കെ നോക്കുവാണ് അവിടെ അടുത്തേക്ക് ചെന്നത്. അപ്പോഴാണ് നേരെ ഗോപാലകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി വന്നത്. ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാടോ രാഘവൻ നായർ. ഓ രാഘവൻ നായരോ എന്ന് വന്നിട്ട് ഇയാളൊന്ന് പതറുവാണ് ഗോപാലേട്ടൻ. അപ്പോഴത്തേക്ക് നേരെ വടി ഊന്നി അവരുടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ശാരദാമ്മയുടെ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിനെ ഇങ്ങനെ ഊന്നി കയറുമ്പം ഈ ഗോപാലകൃഷ്ണൻ പിടിക്കാൻ പോവോ. ഉടനെ പറയുവാണ്, എടോ ഇനി എന്നെ പിടിച്ച് താനും കൂടെ വീഴാൻ നിൽക്കേണ്ട, സ്വന്തം തടി സ്വന്തമായിട്ട് തന്നെ താങ്ങണമെന്നല്ലേ പറയുന്നത് എന്ന് വന്നിട്ട് അവിടുത്തെ ആ തൂണിൽ അങ്ങ് ചാരി അവിടെ അങ്ങ് ഇരിക്കുവാണ്. ഇരുന്നിട്ട് അകത്തേക്ക് ഇരിക്കാം, എവിടെയെങ്കിലും ഇരുന്നാൽ പോരേടോ എന്ന് പറയുമ്പോഴത്തേക്ക് 6 വർഷത്തിന് മുമ്പേ നമ്മൾ കാണുമ്പം താൻ നേരെവേ നടക്കുമായിരുന്നു, ഇപ്പം ഞാനൊന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പം താനും വടി കുത്തിയല്ലോടോ എന്ന് പറയുമ്പോഴത്തേക്കും വീഴാനും നിൽക്കാനും വീഴ്ത്താനും ഒക്കെ ഇച്ചിരി നേരം പോരെ രാഘവേട്ട എന്ന് പറയുമ്പോഴത്തേക്ക് അതും ശരിയാ എന്ന് പറഞ്ഞിട്ട് നേരെ ഗോപാലകൃഷ്ണൻ വീട്ടിൻ്റെ അകത്തോട്ടേക്ക് ആരെങ്കിലും ഇറങ്ങി വന്നുകൊണ്ടെന്ന് പേടിച്ച് നോക്കുമ്പം നമ്മുടെ രാഘവേട്ടൻ വീട്ടിൻ്റെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്ന കാണിച്ചാണ് ഇന്ന് സീരിയൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്